ഹലോ ഗൈസ്, നമ്മളിന്ന് ലാസ്റ്റത്തെ അക്വ വേഴ്സസ് ഇൻഫേർണോൻ്റെ പാക്ക് ഓപ്പണിംഗ് ആയിരിക്കും മിക്കവാറും. ഓക്കെ, അതിന് മുമ്പ് നമുക്ക് എന്തായാലും കോയിൻ്റെ കുറച്ച് പാക്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും അത് ഓപ്പൺ ചെയ്യാം. കുറച്ച് കോയിനേ ഉള്ളൂ, ഒരു കഴിഞ്ഞ വീക്കിൽ ഓപ്പൺ ചെയ്തുകൊണ്ടായിരിക്കണം. ഓക്കെ, മെയിനായിട്ട് ഇത് തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അക്വ വേഴ്സസ് ഇൻഫേർണോ. മറ്റേ പുതിയ ഇവൻ്റ് നോക്കണം. ഓക്കെ, ഇത് എത്രയാണ്? 106 105 ആണ്. ഓക്കെ, 105 പ്ലെയറാണ്, 30 ചാടി, നല്ല കാര്യമാണ്. ഓക്കെ, നമ്മളെ പുതിയ ഇവൻ്റ് വന്നിട്ടുണ്ട്, ഡിഫൈനിങ് ലെജസീസ്. അതിൻ്റെ പാക്സ് എന്തായാലും ഇനിയിപ്പോൾ ഈ വീക്ക് ഓപ്പൺ ചെയ്യാൻ ചാൻസ് ഇല്ല, കാരണം നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്ക്വാഡ് ബിൽഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഉണ്ടാവില്ല. ഓക്കെ, സ്പാനിഷ് ലെഫ്റ്റ് ബാക്ക് ബാൾഡേ ആണോ? ബാൾഡേനെ കാളുണ്ടോ? ഓക്കെ, ജെറാൾഡ് മാർട്ടിൻ. ഇനിയിപ്പോൾ എന്തായാലും കേസ് നമുക്ക് 101 ചെയ്യാൻ പറ്റുള്ളൂ. ആവശ്യത്തിന് കോയിനില്ല. കേസ് 101 ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ആരാണ് കിട്ടിയെന്നുള്ളത് എന്തായാലും കമൻറ്റ് ചെയ്യുക കേസ്. നമുക്കിപ്പോൾ ലീഡർ ബോർഡ് ഒരുപാട് വരാൻ ടൈമുണ്ട്, അതുകൊണ്ടാണ് ആദ്യം കോയിൻ്റെ ചെയ്തത്. വെച്ചിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ്. ഓക്കെ, ഞാൻ കേസ് ഡെൽപിയറോൻ്റെ റൗളിൻ്റെ കാർഡൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് എന്തുകൊണ്ടും റൗളിൻ്റെ കാർഡ് എടുക്കണം എന്നുണ്ട് കേസ്, കാരണം നമുക്കൊരു സ്ട്രൈക്കർ ഇപ്പോൾ എന്തായാലും അക്വ വേഴ്സസ് ഇൻഫേർണോ എടുക്കുന്നില്ല. ഈ സി വിക്ക് അത്യാവശ്യം നല്ല പ്ലെയേഴ്സൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. നോക്കിയില്ല ഈ വീക്കത്തെ ആരൊക്കെയാണെന്ന്, കേട്ടായിരുന്നു ലൂയിസ് വിഗൊക്കെ ഉണ്ടെന്ന്. സോ ഇനി നമുക്ക് കാര്യമായിട്ട് പാക്ക് ഓപ്പണിങ്ങിലോട്ട് കിടക്കാം. ആൻഡ് ഈ വലിയ പ്രതീക്ഷകളൊന്നും വെക്കുന്നില്ല, കാരണം ആക്ച്വലി നമ്മുടെ എന്താ പറയുക, കോയിൻ എക്സ്ചേഞ്ച് ചെയ്തിട്ട് കിട്ടിയത് നല്ല പാക്കായിരുന്നു, മീൻസ് നല്ല ലക്കായിരുന്നു. സോ ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതിനകത്ത് നല്ല ലക്ക് കിട്ടുമോ ഇല്ലെങ്കിൽ നമ്മളെ പറ്റിക്കുമോ എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, ആൻഡ് ജർമ്മനി തൊട്ട് നെതർലാൻഡാണ് സെൻട്രൽ മിഡ്. ഇത് മറ്റേ 107 ആണോ? ഓക്കെ, 107 പ്ലെയറാണ്. നമ്മൾ സിറ്റിയിലോട്ട് പുതുതായിട്ട് വന്നതാണ് റെയിൻഡേഴ്സ് സീസണിലാന്ന്. ഓക്കെ, W തന്നെയാണ് കാരണം 107 നമ്മളിതുവരെ പാക്ക് ചെയ്തില്ല, 108 പാക്ക് ചെയ്തു. ഓക്കെ, കറൻ്റ്ലി എൻ്റെ അടുത്ത് ഡിമേരിയുണ്ട്, മറ്റൂടിയുണ്ട്. ആൻഡ് ആരെ ചൂസ് ചെയ്യണമെന്ന് നിങ്ങളെന്തായാലും ഒന്ന്, ഞാൻ പോൾ ഇട്ടിട്ടുണ്ട്, അതിനകത്തൊന്ന് വോട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. ഓക്കെ, നിങ്ങൾക്ക് ആരെ കിട്ടിയെന്നും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഓക്കെ, USA റൈറ്റ് ബാക്കാണ് ജുവൻറ്റസിൻ്റെ. ഓക്കെ, VA ആണ് ഗൈസ്. എന്തായാലും കുഴപ്പമില്ല, 102 104 വരെ 10 ചാർജ് ആണല്ലോ, അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അടുത്ത ബാക്ക് ഓപ്പൺ ചെയ്യാം. എന്തെങ്കിലും വോക്കൗട്ട് ഉണ്ടല്ലോ, അത് തന്നെ നല്ല കാര്യം. നിങ്ങളായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നത് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇവിടെ ലൈക്ക് കൂടി ചെയ്തേക്കുക. നമ്മൾ 700 സബ്സ്ക്രൈബേഴ്സ് എത്താൻ അടുത്താണ്. ആൻഡ് ഓക്കെ, 102 പ്ലെയറാണ്, കുഴപ്പമില്ല. എന്തായാലും 10 ഷാർഡ്സ് തന്നെയാണല്ലോ, വലിയ കാര്യമായിട്ടുള്ള പ്രതീക്ഷകളൊന്നും വയ്ക്കുന്നില്ല നമ്മൾ, കാരണം 107 ഒരു പ്ലെയറെ തന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കുറച്ച് നല്ലൊരു പ്ലെയറെ തരണമെങ്കിൽ ഈ അത്രയ്ക്കും എന്താ പറയുക, നല്ലവരെന്നല്ല അത്രയും കരുണയുള്ളവരൊന്നുമല്ല. ഓക്കെ, 102 സെഗ്വീനാണ്. സോ കിട്ടിയ അത്രയും പ്ലേയേഴ്സിന് നമുക്കൊന്ന് എക്സ്ചേഞ്ച് അടിക്കാം. ഞാൻ എത്ര ഷാർട്സ് കിട്ടുമെന്ന് നോക്കാം. എനിക്കിപ്പോൾ ഒരു നല്ല റൈറ്റ് ബാക്കിനെ വേണം, നല്ലൊരു ലെഫ്റ്റ് ബാക്കിനെ കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ബട്ട് ഫസ്റ്റ് പ്രയോറിറ്റി എന്തായാലും റൈറ്റ് ബാക്കാണ്, കാരണം 110 കർവഹാലിനെയാണ് ഈ കറണ്ടിലുള്ളത്. ഒരു റൈറ്റ് ബാക്കിനെ എടുക്കണം, അതുപോലെ തന്നെ ഒരു കിട്ടുന്ന സെൻട്രൽ മിഡിനെയും വേണം. സോ നിങ്ങൾ എന്തായാലും അതൊന്ന് കമൻറ്റ് ചെയ്യുക. 2000 ഷാർട്സിന് ഒതുങ്ങുന്ന ഒരു 2 പ്ലേയേഴ്സിനൊന്ന് കമൻറ്റ് ചെയ്യുക ഗീസ്. മൊത്തം 2000 ആവണം. ഓക്കെ, കറൻറ്റ്ലി 2000 ആവാനായിട്ടുണ്ട്, 70 ഷാർട്സ് കൂടി മതി. ആൻഡ് ഗീസ് നമുക്ക് നമ്മൾ സെക്കൻഡ് അക്കൗണ്ടിൽ ഓപ്പൺ ചെയ്യാം. സെക്കൻഡ് അക്കൗണ്ടിൽ എങ്ങനെയാണ് ലക്ക് സെയിം ആണോ ഇല്ലെങ്കിൽ നമ്മൾ മെയിൻ അക്കൗണ്ടിനെക്കാട്ടും കിട്ടൽ ലക്ക് കിട്ടുമോ? ചിലപ്പം ഒട്ടും ലക്ക് കിട്ടുമെന്ന് വരില്ല. നിങ്ങൾക്ക് ആരെയാണ് നമ്മൾ ഡിഫൈനിങ് ലെജസീസ് നിന്ന് കിട്ടിയെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. നമ്മൾ തേർഡ് അക്കൗണ്ടിൽ എന്തായാലും ഓപ്പൺ ചെയ്യുന്നുണ്ട്, അത് വേറെ കാര്യം. 2-3 ബാക്ക് ഓപ്പൺ ചെയ്യാം പറ്റുവാണെങ്കിൽ. ആൻഡ് USA ആണ് റൈറ്റ് ബാക്ക്. ഇത് മറ്റേ VA തന്നെയാണ് ഈ 104. ഓ, ഡെയിലി ബണ്ടിൽ നിന്ന് 104 പ്ലെയർ, അപ്പം വലിയ ലക്കൊന്നും ഉണ്ടാവില്ല. തുടക്കം ഇച്ചിരി പാളിപ്പോയി, അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് നല്ല ലക്ക് കുറവായിരിക്കണം. ചിലപ്പോൾ പറയാൻ പറ്റില്ല, വല്ല വിടിച്ചിനെങ്ങാനും തന്നാലോ. ഏത് ഇത് നമുക്ക് കിട്ടിയ തന്നെയാണ് ലെയ്മറാണ് 105.
ഓക്കേ, 105 ലേമറാണ്. സോ നമ്മളിപ്പം കറൻ്റ്ലി FC മൊബൈൽ മാത്രമായിട്ടാണ് പോകുന്നത്. ഇനിയിപ്പോൾ വേറെ വല്ല ഗെയിംസ് കളിക്കണമെന്നുണ്ടെങ്കിൽ കേസ് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അർജൻറ്റീനയാണ് ലെഫ്റ്റ് വിങ്. ഓക്കെ, 103 പ്ലെയറാണ്. ആൻഡ് കേസ് ഇതിനകത്ത് ഗ്രൈൻഡ് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. മേ ബി ഈ വീക്ക് ചിലപ്പോൾ എല്ലാ ഇവൻ്റ് കളിച്ചാൽ ഇതിനകത്ത് ഇവൻ്റ് ഒന്നും കളിച്ചിട്ടില്ല, സമയം കിട്ടിയില്ല കേസ്, അതുകൊണ്ടാണ്. ഓക്കെ, ഇതേതാ ഫ്ലാഗ് ആവും, ഏതോ ആഫ്രിക്കൻ കൺട്രിയാണ് എന്തായാലും. 103 102 പ്ലെയറാണ്. ഓക്കെ, സോ നമുക്കൊരു ട്രേഡബിൾ പാക്ക് ഓപ്പൺ ചെയ്യാം. കാരണം നമ്മുടെ ട്രേഡബിൾ പാക്സ് ഓപ്പൺ ചെയ്യുന്നത് വളരെ കുറവാണ്. കാരണം എല്ലാ പാക്സും നമ്മൾ മിക്ക പാക്സും ഓപ്പൺ ചെയ്തിട്ടുള്ളത് എന്താ പറയുക, അൺട്രേഡബിൾ ആണ്. ഓക്കെ, വർക്കൗട്ടില്ല, പറ്റിച്ച്. ആൻഡ് കേസ് നമ്മൾ തേർഡ് അക്കൗണ്ടിൽ വന്നിട്ടുണ്ട്. ആൻഡ് തേർഡ് അക്കൗണ്ടിൽ എന്തായാലും നമ്മൾ ഡെയിലി ബണ്ടിൽ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ബാക്കി രണ്ടും ചിലപ്പം ഡിഫൻഡ് ലെജൻസീസ് ലക്ക് അനുസരിച്ച് ഓപ്പൺ ചെയ്യാം കേസ്. എന്തായാലും ഒരു പ്ലെയറെ പാക്ക് ചെയ്തിട്ടുണ്ട്. എത്ര ഡബ്ല്യൂസിന് ഇന്ന് പാക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇനി 3 പാക്ക് ബാക്കിയുള്ളൂ. ഓക്കെ, അർജൻറ്റീന സെൻട്രൽ മിഡ് ഡിപ്പോളിൻ്റെ കാർഡ് ഉണ്ടായിരുന്നോ? ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 104 പ്ലെയറാണ്. ആൻഡ് കേസ് നമുക്ക് എന്തായാലും ഡിഫൻഡ് ലെജൻസീസിന് വോക്കൗട്ട് കാണണം. ഞാൻ വോക്കൗട്ട് നോക്കിയിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മൾ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു ഹാൾ ഓഫ് ലെജൻസിൻ്റെ നേരെ വേറൊരു പതിപ്പാണ് ഈ ഡിഫൻഡ് ലെജൻസീസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, കാരണം ഹാൾ ഓഫ് ലെജൻസ് ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. ബട്ട് അതിൻ്റെ കിടിലം പോലത്തെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഈ ചാപ്റ്റേഴ്സും കളിക്കാനുള്ള സംഭവമൊക്കെ ഡിഫറെൻ്റ് ആയിരുന്നു. നല്ല രസമുണ്ടായിരുന്നു അതൊക്കെ കളക്ട് ചെയ്യാനും പരിപാടിയൊക്കെ. ഇത് നോക്കാം. ആൻഡ് ഇറ്റലിയാണ് ഇത് പെലഗ്രീനി അല്ല, 104 എൽ ഷറാവിയാണ്. ആൻഡ് ഇനി ഒരു പാക്ക് കൂടി ഓപ്പൺ ചെയ്യാനുള്ള ജെമ്മാണ് ഈ നമ്മളെ കയ്യിലുള്ളത്. ആൻഡ് ഇനിയിപ്പോൾ ഏത് ഇവൻ്റാണ് വരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇനിയിപ്പം വേറെ ഇവൻ്റ് വരുന്നുണ്ടോ ഇല്ലെങ്കിൽ ഈ ഡിഫൻഡ് ലെജൻസീസ് ആണോ, ഇത് സൈഡ് ഇവൻ്റ് ആണെന്നാണ് കേട്ടത്. ഓക്കെ, നമുക്കിനിയിപ്പോൾ എന്തായാലും ഓപ്പൺ ചെയ്യാം കേസ്. ഇത് ഓപ്പൺ ചെയ്യാം. ലക്ക് കിട്ടിയാലും ഇല്ലെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾ ആയിട്ട് നമ്മുടെ ചാനലാണെങ്കിൽ ഇപ്പോൾ തന്നെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. ഓക്കെ, ഇതോടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇത് നമ്മളെ മഹേറസിൻ്റെ കാർഡാണ് 107. ഓ കേസ് ഡബ്ല്യു തന്നെയാണ് കേസ്. ഇന്ന് 2 W കാർഡ്സ് പാക്ക് ചെയ്ത് എന്തായാലും. ഓക്കെ, ഇന്നത്തെ ദിവസം എന്തായാലും ഹാപ്പിയാണ് നമ്മൾ.